വളരെ ഈസിയായി നല്ല ടേസ്റ്റോട് കൂടി ഒരു ഉപ്പുമാവ് ഇങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും ദേവീസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ 4 മുതൽ 5 മിനിറ്റ് വരെ ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ വാങ്ങിക്കുന്നത് വറുത്ത റവയാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുക്കണം. ഈ റവയുടെ കളറ് ഒരിക്കലും മാറാൻ പാടില്ല. അതായത് ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് സമയം റവ വറുത്തതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ റവ ചുവന്നു പോകും. ഇനി ഒരു പാൻ ചൂടാകുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയും നെയ്യും നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പം അതേപോലെ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് 1 സ്പൂൺ നിലക്കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉഴുന്ന് പരിപ്പിൻ്റെ കളറ് മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഉഴുന്നിൻ്റെ കളറ് മാറാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസ് സവോളയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവോളയും ക്യാരറ്റും ഒന്ന് വാടുന്നത് വരെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. അണ്ടിപ്പരിപ്പ്, നിലക്കടല, ക്യാരറ്റ് ഇതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1.25 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഉപ്പുമാവ് കുഴഞ്ഞ പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഒരു 1/2 കപ്പ് കൂടി വെള്ളം ഈ സമയത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഇതൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളക്കാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആദ്യം എണ്ണ ചേർക്കുന്ന സമയത്ത് 1 സ്പൂൺ എണ്ണ അധികം ചേർത്ത് കൊടുത്താൽ മതി. എന്നാലേ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. നെയ്യ് ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറേശ്ശായി വേണം നമ്മൾ റവ ചേർത്ത് കൊടുക്കാൻ. ഒരുമിച്ച് ഒരിക്കലും ചേർക്കരുത്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ഒന്ന് ഇളക്കി കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം. നന്നായി റവ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ച് 1 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. അതായത് നമ്മളുടെ അടുപ്പിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. 1 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്ത് നമ്മൾ ഇതൊരിക്കലും തുറക്കരുത്. നമ്മളിതിൻ്റെ ആവിയൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ഇത് തുറന്ന് ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർക്കുന്നത് ഈ ഉപ്പുമാവിന് ഒരു ടേസ്റ്റ് ഉണ്ടാവാനാണ്. നിങ്ങൾ തീരെ പഞ്ചസാര ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ചേർക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് കണ്ട വളരെ സോഫ്റ്റായ ഉപ്പുമാവ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നമ്മൾ ചേർത്ത ഉപ്പും എല്ലാം കറക്റ്റാണ്. ഈ 1 കപ്പ് റവയ്ക്ക്, അതായത് 250 ml കപ്പിന് ഇത് വെള്ളവും ഉപ്പും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ റവയുടെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതി. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്